AI തിരുവെഴുത്ത് വ്യാഖ്യാനങ്ങൾ കൃത്യതയില്ലെന്ന് യുവേർഷൻ CEO. കൃത്രിമ ബുദ്ധിയിൽ ആശ്രയിക്കുന്ന സമൂഹമായി നമ്മിൽ നല്ലൊരു ശതമാനം പേരും ആയിക്കഴിഞ്ഞതു. ദൈവത്തെക്കുറിച്ചും തിരുവെഴുത്തുകളെക്കുറിച്ചും ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരുമ്പോൾ വളരെ കൃത്യമായതും കലർപ്പില്ലാത്തതുമായിരിക്കണം. യുവേർഷൻ സ്ഥാപകനും CEOയുമായി ബോബി ഗ്രൂനെവാൾഡ് പറഞ്ഞു. കൃത്രിമ ബുദ്ധിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ദൈവവചനം തിരുവെഴുത്തുകളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ സാങ്കേതിക വിദ്യ ഇതുവരെ പൂർണ്ണമായും വികസിച്ചിട്ടില്ലെന്നും അഭിപ്രായപ്പെടുന്നു. ഏറ്റവും ജനപ്രിയമായ ബൈബിൾ പതിപ്പുകൾ ഏറ്റവും സൂചികയിലാക്കിയിട്ടുള്ളതും മികച്ച പ്രകടനങ്ങളുള്ളതുമായി ഏറ്റവും ബാഹ്യ മോഡൽ കുറഞ്ഞത് 15% സമയമെങ്കിലും തിരുവെഴുത്തുകളെ തെറ്റായി ഉദ്ധരിക്കുന്നു. അവയിൽ ചിലത് 60% വരെ ഇത്തരത്താണില്ല. ഗ്രൂനെവാൾഡ് പറഞ്ഞു. ഉപയോക്താക്കൾക്ക് തിരുവെഴുത്ത് മനഃപ്പാഠമാക്കിയിട്ടില്ലായിരിക്കാം. ഒരു വാക്യം തെറ്റായി ഉദ്ധരിക്കുമ്പോഴോ സൂക്ഷ്മമായ മാറ്റം വരുത്തുമ്പോഴോ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. AI ഉപകരണങ്ങൾക്ക് തിരുവെഴുത്തിന്റെ വികലമായ അല്ലെങ്കിൽ പക്ഷപാതപരമായ വ്യാഖ്യാനങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് പല ക്രിസ്ത്യൻ നേതാക്കളും പണ്ഡിതന്മാരും മുന്നറിയിപ്പു നൽകുന്നുണ്ട്. ബൈബിൾ വിവർത്തനത്തിനു ഓരോ വാക്കും ചിഹ്നവും കോമകളോ പദമാറ്റങ്ങളോ പിശകുകൾ വരുത്തിയേക്കാം, അദ്ദേഹം ഓർപ്പിച്ചു. യുവേർഷൻ നൂറുകണക്കിനു ഭാഷകളിൽ തിരുവെഴുത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. ആഗോളതലത്തിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ബൈബിൾ ആപ്പായി യുവേർഷൻ മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു.